ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തലശ്ശേരി രുചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹസ്വാഗതം. എല്ലാവരും സേഫ് ആൻഡ് ഹെൽത്തി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ കൊറോണ ഇഷ്യൂസൊക്കെ എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള വെളുത്ത നാരങ്ങ അച്ചാറിൻ്റെതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 6 വലിയ ലെമണാണ് എടുത്തിട്ടുള്ളത്. പച്ചനിറമുള്ള ചെറുനാരങ്ങയ്ക്ക് അല്പം കയ്പ്പ് രസം കൂടുന്നതിനാൽ എപ്പോഴും അച്ചാറിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ മഞ്ഞ നിറത്തിലുള്ള നാരങ്ങയാണ് ഏറ്റവും നല്ലത്. എല്ലാ നാരങ്ങയും ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കലർന്ന വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് നേരം ഡിപ്പ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഈ നാരങ്ങയുടെ പുറന്തോട് ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് നേരം സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിവിടെ റൈസ് കുക്കറാണ് സ്റ്റീം ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇനി നമുക്ക് റൈസ് കുക്കർ ഓൺ ചെയ്യാം. അതിനുശേഷം 5, 10, 15 മിനിറ്റ്സ് ഓപ്ഷനിൽ 5 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങയൊക്കെ ഫുള്ള് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മുറിക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ തുണിയോ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കാം. വെള്ളമൊന്നും തീരെ ഇല്ലെന്ന് ഉറപ്പ് വരുത്താനായിട്ടാണ്. ഇനി ഇതിൻ്റെ 2 സൈഡും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഓരോ നാരങ്ങയും 8 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ആവി കയറ്റിയ നാരങ്ങ ആയതുകൊണ്ട് നമ്മളിതുപോലെ മുറിക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് ചിലപ്പോൾ കുറച്ചൊക്കെ പുറത്തോട്ട് വരും. അത് കളയാതെ തന്നെ അതിലോട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതുപോലെ അല്പം വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലും ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാ നാരങ്ങയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി അച്ചാറിന് വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ ഉലുവ, കുറച്ച് കറിവേപ്പില, 10 അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്, പിന്നെ 10 പച്ചമുളക്. കടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ കടുകാണ് എടുത്തിരിക്കുന്നത്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാരങ്ങ ഒഴിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് മുഴുവനായിട്ടാണ് ഇട്ടിരിക്കുന്നത്. എരിവ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് അരിഞ്ഞ് ചേർത്താൽ മതി. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിനായിട്ട് 2-3 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അച്ചാറായതിനാൽ തന്നെ ഉപ്പ് അല്പം കൂടുതലായിട്ട് തന്നെ ഇരിക്കണം. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വയ്ക്കാം. എന്നിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അടപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ല കൊതിപ്പിക്കുന്ന മണവുമായിട്ട് നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വേറെ ബോട്ടിലുകളിൽ ഇട്ട് വയ്ക്കാം.
അപ്പോൾ ഞാൻ ആദ്യം ഒരു സെറാമിക് കണ്ടെയ്നറിലാണ് അച്ചാർ ഇട്ട് വയ്ക്കാൻ പോകുന്നത്. എപ്പോഴും അച്ചാർ ഇടുന്നതിന് വേണ്ടിയിട്ട് സെറാമിക്കോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലുകളോ ആണ് ഏറ്റവും നല്ലത്. സ്റ്റീം ചെയ്തെടുത്തത് കൊണ്ട് ലെമൺ ഓൾറെഡി ജ്യൂസി ആൻഡ് ടെൻഡറാണ്. അപ്പോൾ ഒരു 3 ദിവസം മതിയാവും ഇതൊന്ന് സെറ്റായി കിട്ടാൻ. അതിനുശേഷം നമുക്ക് എടുത്തു തുടങ്ങാം. കുറേയേറെ ദിവസം കേടാവാതെ ഇരിക്കാനായിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഡ്രൈ ആയ സ്പൂൺ ഉപയോഗിച്ച് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറുനാരങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന കൊച്ചു കുട്ടികൾക്കും ഈ അച്ചാർ വളരെ ഇഷ്ടപ്പെടുന്നുള്ള കാര്യം തീർച്ചയാണ്. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ടേസ്റ്റി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.